കൃപയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുകയും ഇന്നത്തെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന കർത്താവിൻ്റെ വലിയൊരു ദാസൻ ഫിലിപ്പ് കുര്യാക്കോസ് അവരുകൾ കോട്ടയം പട്ടണത്തിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് അനുഗ്രഹീതമായ ആത്മീക നേതൃത്വം കൊടുക്കുന്ന അഭിഷിക്തന്മാരായ മറ്റ് ദൈവത്തിൻ്റെ ദാസന്മാർ ഓരോരുത്തരും, വേദിയിലായിരിക്കുന്നവരും എൻ്റെ മുൻപിലായിരിക്കുന്നവരുമായ എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാരെയും, പ്രത്യേകാലനെ ദൈവത്തിൻ്റെ വചനം അഭ്യസിപ്പിച്ച കർത്താവിൻ്റെ വലിയൊരു ദാസൻ പി യു പോൾസൺ അവരുകൾ, വിവിധ ശുശ്രൂഷകളിൽ പങ്കാളികളാകുന്ന ചുമൽ കൊടുക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, ഗായക സംഘം, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്ന ശ്രേഷ്ഠരായ ദൈവത്തിൻ്റെ മക്കൾ, ഈ കൺവെൻഷൻ്റെ ക്രമീകരണങ്ങളിൽ അത്യധ്വാനം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, പ്രത്യേകാൽ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ ജോയ് താനവേലി അവറുകൾ, നിങ്ങളെല്ലാവരെയും കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ സാക്ഷിയായി ഈ പട്ടണത്തിൽ പ്രകാരം നിൽക്കുവാൻ പ്രാപ്തനാക്കിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം ഇതിന് മുഖാന്തരമായി തീർന്ന അവസരമൊരുക്കിയ എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രത്യേകം നന്ദി പറയുന്നു. ഗാനങ്ങളിലൂടെ കർത്താവിൻ്റെ നാമത്തെ നാം ഒരുമിച്ച് ഉയർത്തി ദൈവം തൻ്റെ അഭിഷിക്തന്മാരെ അതിനായി തൻ്റെ കരങ്ങളിൽ ഉപയോഗിച്ചു. തുടർന്നുള്ള നിമിഷങ്ങളിൽ ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മോട് വളരെ ഹൃദ്യമായി സംസാരിക്കേണ്ടതിന് പ്രാർത്ഥനാപൂർവം ഈ രാത്രി ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ചായിരിക്കാം. കോട്ടയം പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഭൂപടത്തിൽ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു പട്ടണമാണ്. അടുത്ത സമയത്ത് ഞങ്ങൾ കോട്ടയംകാർ എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ശ്രദ്ധിക്കുവാനിടയായി തീർന്നു. ഭാരത മഹാരാജ്യത്തിൻ്റെ ഭരണചക്രം നിയന്ത്രിക്കുന്നവർ തുടങ്ങി സാമൂഹിക, ശാസ്ത്രീയ, രാഷ്ട്രീയ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലുമുള്ള അനേക പ്രശസ്തരായ ആളുകൾ ഈ കോട്ടയം പട്ടണത്തിലും അതിൻ്റെ ചുറ്റുപാടുകളിലും ഉള്ളവരെന്ന് അറിയുവാൻ കഴിയുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. അതിലെല്ലാം ഉപരി ഈ പട്ടണത്തിന് കേരളത്തിൻ്റെ ആത്മീക ഭൂപടത്തിലും ഒരു വലിയ സ്ഥാനമുണ്ട്. നിത്യതയിൽ വിശ്രമിക്കുന്ന പ്രിയ PM ഫിലിപ്പ് സാറിനെ പോലെയുള്ള എത്രയോ അഭിഷക്തന്മാർ ഈ പട്ടണത്തിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി വളരെ ശക്തിയോടെ ഉപയോഗിക്കപ്പെട്ടു, ഇന്നും ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, കേരളത്തിൻ്റെ ആത്മീക ഭൂപടത്തിൽ പത്തനംതിട്ട ജില്ലയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ പത്തനംതിട്ട ജില്ലയുടെ ആ സ്ഥാനം കോട്ടയം പട്ടണവും ജില്ലയും കവർന്നെടുക്കുന്നുവോ എന്നൊരു ചിന്ത പത്തനംതിട്ട ജില്ലക്കാരനായ എൻ്റെ ഹൃദയത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. അത് ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ അതിലും ഞാൻ സന്തോഷിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഈ രാത്രി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം ഒരുമിച്ച് ചിന്തിക്കേണ്ടതിന് ആധാരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൻ്റെ 13 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങളാണ്. 21-ാമത്തെ വാക്യം കർത്താവ് പറഞ്ഞ അതിശ്രേഷ്ഠമായ അർത്ഥസമ്പൂർണമായ ഒരു ഉപമയുടെ സാരാംശമാണ്. നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ സൂക്ഷിച്ചു വെക്കുന്നവന്റെ ഒടുക്കം ഇങ്ങനെയാകും. നമുക്കെല്ലാവർക്കും വളരെ വളരെ സുപരിചിതമായ ഒരു വേദവാക്യവും വേദഭാഗവുമാണത്.
നമ്മുടെ കർത്താവ് തന്റെ പ്രഭാഷണങ്ങളിൽ ഉപമകൾ പലതും സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാകേണ്ടതിന് വേണ്ടി വളരെ സരളമായി സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ആളുകൾ കർത്താവിനെ കൊണ്ട് ചില ഉപമകൾ സംസാരിപ്പിക്കുന്ന സന്ദർഭങ്ങളും തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഈ പ്രത്യേക വേദഭാഗത്ത് പറയുന്ന ഉപമയുടെ തലക്കെട്ട് വേദപണ്ഡിതന്മാർ പറയുന്നത് ദ റിച്ച് ഫൂൾ, സമ്പന്നനായ മൂഢൻ അല്ലെങ്കിൽ വിഡ്ഢി എന്നുള്ള തലക്കെട്ടാണ്. ഇപ്രകാരം തലമുറകൾക്ക് പ്രയോജനമാകുന്ന ഒരു ഉപമ നമ്മുടെ കർത്താവ് പ്രസ്താവിക്കുവാനും തിരുവചനത്തിൽ അത് എഴുതി ചേർക്കുവാനും കാരണമായി തീർന്നത് ഒരു മനുഷ്യൻ കർത്താവിന്റെ അടുക്കൽ വന്ന് ഒരു പ്രത്യേക ആവശ്യം കർത്താവിനോട് പറയുന്നതിനോടുള്ള ബന്ധത്തിലാണ്. ആ ഭാഗം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. തന്റെ സഹോദരനുമായി അവകാശം പങ്കിടേണ്ടതിന് യേശുവിന്റെ സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ, ഒരു യൗവനക്കാരനെ തിരുവചനം നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നു. തന്റെ ആവശ്യത്തിന്റെ മുമ്പിൽ കർത്താവിന്റെ പ്രതികരണം വളരെ പ്രസക്തമാണ്. ഏ മനുഷ്യ, എന്നെ നിനക്ക് ന്യായകർത്താവും പങ്കിടുന്നവനും ആക്കിയത് ആര്? ഇന്ന് രാത്രി ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഒറ്റിക്കൊടുക്കുവാൻ അടുത്തു വന്നവനെയും സ്നേഹിത എന്ന് വിളിച്ച കർത്താവ് ഇവിടെ പ്രത്യേക ആവശ്യവുമായി കടന്നു വരുന്ന മനുഷ്യനെ അഭിസംബോധന ചെയ്യുന്നത് ഹേ മനുഷ്യ എന്നുള്ള വാക്കുകളോടുകൂടെയാണ്. ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ, മറുപടിയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഏതൊരാവശ്യവുമായി യേശുവിന്റെ അടുക്കൽ ഈ മനുഷ്യൻ അടുത്തു വന്നുവോ ആ ആവശ്യത്തെ അംഗീകരിക്കുവാൻ നമ്മുടെ കർത്താവ് തയ്യാറായില്ല. അതിലുപരിയായി സ്വാർത്ഥമായ, ഭൗതികമായ, ലൗകികമായ ആവശ്യവുമായി യേശുവിന്റെ അടുക്കൽ വന്ന ആ മനുഷ്യന്റെ ആവശ്യത്തിന്റെ മുമ്പിൽ ന്യായകർത്താവാകുവാൻ, പങ്കിടുന്നവനാകുവാൻ നമ്മുടെ കർത്താവ് ഒരുക്കമുള്ളവനായിരുന്നില്ല. ആ മനുഷ്യന്റെ ആവശ്യത്തെ കർത്താവ് തിരസ്കരിക്കുകയാണ് ചെയ്തത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിലായിരിക്കുന്ന ദൈവമക്കളെ, നാം ആയിരിക്കുന്ന കാലഘട്ടത്തിലും സമൂഹത്തിലും നമ്മുടെ കർത്താവിനെ വിവിധ നിലകളിൽ ഉപയോഗിക്കുന്ന, ദുർവിനിയോഗം ചെയ്യുന്ന, സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ലാഭങ്ങൾക്കും വേണ്ടി കർത്താവിനെ ചട്ടുകമാക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു ജനതയുടെ നടുവിലാണ് നാം പാർത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ കർത്താവ് നമുക്ക് എല്ലാറ്റിനും എല്ലാമാണ്. അവൻ നമുക്ക് സഹായകനാണ്, അവൻ നമുക്ക് ആശ്രയമാണ്, അവൻ നമുക്ക് അഭയമാണ്, അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. എന്നാൽ നമ്മുടെ എല്ലാ സ്വാർത്ഥ ചിന്തകൾക്കും, നമ്മുടെ സ്വാർത്ഥമായ ആവശ്യങ്ങൾക്കും യേശു പറയുന്നവനല്ല നമ്മുടെ കർത്താവ് എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവ മക്കൾ മനസ്സിലാക്കുവാനായിട്ടിടയായി തീരണം. ആ മനുഷ്യന്റെ ആവശ്യത്തിന്റെ മുമ്പിൽ തന്നെ കേൾക്കുന്ന ജനസമൂഹത്തോട് കർത്താവ് പറയുന്ന മറുപടി, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീനെന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ്. നാം ആയിരിക്കുന്ന ആത്മീക ലോകത്തിൽ തന്നെ ലഭിക്കുന്ന പ്രബോധനങ്ങൾ പലതും വിശ്വാസത്തിന്റെ പേരിലും വിശ്വാസത്തിന്റെ മറവിലും ലൗകികമായതിനെ, ഭൗതികമായതിനെ മോഹിക്കുവാൻ ശക്തമായ പ്രേരണ നൽകുന്നതിന്റെ നടുവിൽ ഇന്ന് രാത്രി
സത്യവചനത്തിന്റെ വക്താവെന്നുള്ള നിലയിൽ എനിക്ക് ദൈവത്തിന്റെ മക്കളോട് പ്രാരംഭ സമയത്ത് തന്നെ പറയുവാനുള്ളത്, സകല ദ്രവ്യാഗ്രഹവും സകല ലൗകിക മോഹങ്ങളും വിട്ട് ഒഴിയുവാനുള്ള പ്രബോധനമാണ് കർത്താവിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഏറ്റെടുക്കുവാനായിട്ടുള്ളത്. ഒരുപക്ഷെ സുപ്രസിദ്ധരായ പ്രസംഗകരായിരിക്കും, ജനപ്രീതിയുള്ള പ്രസംഗകരായിരിക്കും, ആളുകൾ കൈയടിക്കുന്ന പ്രസംഗകരായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ വിട്ട് വിശ്വാസത്തിന്റെ മറവിൽ എല്ലാറ്റിനെയും വിശ്വസിക്കുവാൻ, എല്ലാറ്റിനെയും വിശ്വാസത്തിന്റെ മറവിൽ മോഹിക്കുവാനുള്ള പ്രബോധനം ലഭിക്കുമ്പോൾ സത്യവചനം കൈകളിലെത്തിയ ദൈവത്തിന്റെ മക്കൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണമെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഈ പ്രാരംഭ നിമിഷത്തിൽ തന്നെ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. തുടർന്ന് നമ്മുടെ കർത്താവ് ഒരു ഉപമ സംസാരിക്കുകയാണ്. ആ ഉപമയുടെ സാരാംശമാണ് ഇന്ന് രാത്രിയിലെ വേദചിന്തകൾക്ക് ആധാരമായി പ്രസ്താവിക്കുവാനായിട്ടിടയായി തീർന്നത്. കർത്താവ് പറഞ്ഞ ഉപമയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, ധനികനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു കർഷക പശ്ചാത്തലത്തിൽ നിന്നുള്ളവനാണ്. തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ, ആരംഭ സന്ദർഭങ്ങൾ ആ ഉപമയിൽ നിന്ന് നാം പഠിക്കുമ്പോൾ ആ മനുഷ്യനെ ഒരു മഠയനായി, ഒരു മൂഢനായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. കാരണം ആ ഉപമയുടെ ആരംഭ ഭാഗം പറയുന്നത്, ഒരു വർഷം ആ മനുഷ്യന്റെ വിളവ് അല്ലെങ്കിൽ തന്റെ ഭൂമി വളരെ നന്നായി വിളഞ്ഞു. ശ്രദ്ധിക്കുക, ഈ കോട്ടയം പട്ടണത്തിന്റെ ചുറ്റുപാടുകൾക്ക് ഒരു നല്ല കാർഷിക പശ്ചാത്തലമുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. നമുക്കൊക്കെ ഒരു കാർഷികമായ പശ്ചാത്തലമുണ്ട്. മടിയനായ ഒരു മനുഷ്യന്റെ നിലം ഒരിക്കലും നന്നായി വിളയുകയില്ല എന്നുള്ളത് ഞാൻ പറയാതെ വ്യക്തമായി അറിയുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നത്. ആ മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ മനുഷ്യൻ ഒരു കഠിന അധ്വാനിയാണ്. താൻ കഠിനമായി അധ്വാനിച്ചു, അതുകൊണ്ട് തന്റെ ഭൂമി നന്നായി വിളഞ്ഞു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കുക, മടിയന്മാരെക്കാൾ ദൈവം അംഗീകരിക്കുന്നത്, മനുഷ്യൻ അംഗീകരിക്കുന്നത് അധ്വാനികളെയാണ്. കഠിനാധ്വാനം ചെയ്യുന്നവരെ ആരെയും നമുക്ക് മൂഢന്മാരെന്ന്, മഠയന്മാരെന്ന് ഒരിക്കലും വിളിക്കുവാനായിട്ട് കഴിയുകയില്ല. കഠിനാധ്വാനം ചെയ്തത് നിമിത്തം ഈ മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു എന്നത് മാത്രമല്ല, ആ മനുഷ്യൻ ഒരു ബുദ്ധിമാനെന്ന് വിലയിരുത്തപ്പെടുവാൻ കാരണമായി അടുത്ത പടി, തന്റെ വിളവ് താൻ ശേഖരിക്കുന്നതിന് മുമ്പ് താൻ ഒരു കണക്കുകൂട്ടൽ നടത്തി. തന്റെ സംഭാരശാലകളെ കുറിച്ചൊക്കെ താൻ ഒരു കണക്കുകൂട്ടൽ നടത്തിയപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ഫലങ്ങൾ ശേഖരിച്ചു കഴിയുമ്പോൾ അത് സൂക്ഷിച്ചു വെക്കുവാനുള്ള സ്ഥലം പോരാ. നന്നായി പദ്ധതികൾ ഒരുക്കുന്ന, കണക്കുകൂട്ടലുകളുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്റെ സംഭരണശാലകളൊക്കെ താൻ പൊളിച്ചു പണിയുവാനിടയായി തീർന്നു. താൻ ചെയ്തത് ഒരു മഠയത്തരമെന്ന് ഒരു മനുഷ്യരും പറയുകയില്ല. അതുമാത്രമല്ല, ആ മനുഷ്യൻ തന്റെ വിളവ് തക്ക സമയത്ത് നന്നായി ശേഖരിച്ച് തന്റെ പാണ്ഡികശാലകളിൽ അനേക കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കുന്നതായി നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മനുഷ്യൻ, നന്നായി പദ്ധതികൾ ഒരുക്കുന്ന ഒരു മനുഷ്യൻ, തന്റെ അധ്വാനത്തിന്റെ ഫലം ശേഖരിച്ചു വെക്കുവാൻ നല്ല നിശ്ചയദാർഢ്യമുള്ള ഒരു മനുഷ്യൻ. ഈ മനുഷ്യനെ നോക്കി ഏത് കാലഘട്ടത്തിലെയും ലോകം ഒരിക്കലും തന്നെ ഒരു മഠയൻ എന്ന് വിളിക്കയില്ല. താൻ മറ്റു പലരെക്കാളും ബുദ്ധിയുള്ളവനാണ്, ജ്ഞാനമുള്ളവനാണ്, കണക്കുകൂട്ടലുകളുള്ളവനാണ്. ഈ തിരുവചന വേദഭാഗം പഠിക്കുമ്പോൾ ഈ ഭാഗം വരെ വായിച്ചപ്പോൾ
എനിക്കും മനസ്സിലാക്കുവാൻ ചിന്തിക്കുവാൻ കഴിഞ്ഞത് ഈ മനുഷ്യനൊരു മഠയനല്ല. താൻ ബുദ്ധിയുള്ളവനാണ്, വിവേകമുള്ളവനാണ്, പരിജ്ഞാനമുള്ളവനാണ്. എന്നാൽ ഈ മനുഷ്യൻ എവിടെയാണ് തെറ്റുപറ്റിയത്? എവിടെ തുടങ്ങിയാണ് ഈ മനുഷ്യനൊരു മഠയനായത്? അല്ലെങ്കിൽ തന്റെ ജീവിതത്തിന്റെ ഏത് ഭാഗത്താണ് സ്വർഗം അവനെ വിലയിരുത്തിയപ്പോൾ അവനെ മൂഢ എന്ന് അഭിസംബോധന ചെയ്യുവാനിടയായി തീർന്നത് എന്ന് ചിന്തിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചില ചിന്തകളാണ് തുടർന്ന് ഇന്ന് രാത്രി നമ്മുടെ അനുഗ്രഹത്തിനായി പ്രസ്താവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ ബുദ്ധിപൂർവം, വളരെ കണക്കുകൂട്ടലുകളോടുകൂടെ കാര്യങ്ങളെ ക്രമീകരിച്ച ഈ മനുഷ്യൻ താനൊരു മഠയനായി മാറിയതിൻ്റെ പശ്ചാത്തലം ആ ഉപമയുടെ രണ്ടാമത്തെ ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഉപമ ആദിയോടന്തം നാം പഠിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം, തൻ്റെ ചിന്തകളിലോ തൻ്റെ വാക്കുകളിലോ ദൈവം എന്നുള്ള ഒരു ചിന്തയോ വാക്കോ, രണ്ടാമത് മറ്റുള്ളവർ എന്നുള്ള ഒരു ചിന്തയോ വാക്കോ അവന്റെ ജീവിതത്തിൽ കടന്നു വരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. There was no place for God and for others in his thoughts and in his speech. നിങ്ങൾ ആ ഭാഗം ആദ്യോടൊന്ന് വായിച്ചോ. ദൈവത്തെ കുറിച്ചുള്ള ഒരു സൂചനകളും നമുക്കവിടെ കാണുവാൻ കഴിയുന്നില്ല. മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു സൂചനകളും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നില്ല. തന്നെ കുറിച്ച് മാത്രമുള്ള ചിന്തകളും വാക്കുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉപമ. അതിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ കാതലായ രണ്ട് കൽപ്പനകളുടെ ലംഘനമാണ് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ന്യായപ്രമാണത്തിന്റെ സകല കൽപ്പനകളെയും നമ്മുടെ കർത്താവ് രണ്ട് വാചകങ്ങളിൽ, രണ്ട് കൽപ്പനകളിൽ ഒതുക്കി സംസാരിച്ചപ്പോൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും, കർത്താവ് ഇങ്ങനെ അംഗീകരിച്ചു ഒരു മനുഷ്യന്റെ പ്രസ്താവനയുടെ മുമ്പിൽ, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. രണ്ട്, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. ഈ രണ്ട് പ്രമാണങ്ങളുടെയും ലംഘനം ഈ മനുഷ്യന്റെ ജീവിതത്തിൽ, അവന്റെ വാക്കുകളിൽ, അവന്റെ ഭാവി പരിപാടിയിൽ നമുക്ക് വ്യക്തമായി ദർശിക്കുവാനായിട്ട് കഴിയുന്നു. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നാം ജ്ഞാനികളായിരിക്കും, വിവേകികളായിരിക്കും, കണക്കുകൂട്ടലുകളുള്ളവരായിരിക്കും, കഠിനാധ്വാനികളായിരിക്കും. എന്നാൽ നമ്മുടെ അന്തർഗതത്തിൽ നിന്ന് അറ്റുപോകരുതാത്ത ദൈവത്തിന്റെ വചനത്തിന്റെ ഖണ്ഡിതമായ കൽപ്പനകൾ രണ്ടെണ്ണം ഇന്ന് രാത്രി ഒന്നുകൂടെ നാം ഓർക്കണം. ജീവിതത്തിന്റെ ഏതനുഭവത്തിലും നമ്മുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു അനുഭവം നിമിത്തം ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ അളവിൽ അല്പമെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഈ രാത്രിയും ആ സ്നേഹത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ മടക്കി വിളിക്കുന്ന രാത്രിയാണിത്. രണ്ടാമത്തേത്, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണം. ഈ രാത്രി നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ സുഖ ലോലുപതകളിൽ, നമ്മുടെ ഭൗതിക സമൃദ്ധിയിൽ കൂട്ടുകാരനെ, അയൽക്കാരനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുവാൻ കഴിയാത്ത കുറവുകളുണ്ടെങ്കിൽ ഇന്ന് രാത്രി വചനത്തിന്റെ മുമ്പിൽ ഈ ദൂതേറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഒന്നാമത്തെ തന്റെ മൗഢ്യത അതായിരുന്നുവെങ്കിൽ ഈ വചനം നമ്മോട് സംസാരിക്കുന്ന തന്റെ ജീവിതത്തിന്റെ
രണ്ടാമത്തെ മഠയത്തരം എന്ന് പറയുന്നത്, താൻ സമ്പന്നനായി കഴിഞ്ഞപ്പോൾ തൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ചിന്തയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നത്, സമ്പത്ത് എല്ലാറ്റിനും മതിയായതാണ് എന്നുള്ള ഒരു ചിന്ത ഈ മനുഷ്യന്റെ അകത്ത് വ്യാപരിക്കുവാനായിട്ടിടയായി തീർന്നു. താൻ പറയുന്നത് ഏറിയ കാലത്തേക്ക് ഉള്ളത് ആയി. ഇനിയും തന്നെ സംബന്ധിച്ചിടത്തോളം തനിക്ക് മറ്റൊന്നിനെ കുറിച്ചും വ്യാകുലപ്പെടുവാനില്ല. എല്ലാം സ്വസ്ഥമായി, എല്ലാം സുരക്ഷിതമായി എന്നുള്ള ഒരു ചിന്ത ഈ മനുഷ്യന്റെ അകത്ത് കയറിക്കൂടുവാനിടയായി തീർന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ കാലഘട്ടത്തിലും അനേക ആളുകളുടെയും ചിന്ത എന്ന് പറയുന്നത്, സാമ്പത്തിക ഭദ്രതയുണ്ടായാൽ എല്ലാം ശരിയായി എന്നും എല്ലാം സുരക്ഷിതമായി എന്നും കാര്യങ്ങളെല്ലാം ഇനി ഓക്കെയാണെന്നുമുള്ള ഒരു മൂഢമായ ചിന്തയാണ്. നമുക്കറിയാം, സമ്പത്ത് നമുക്ക് പലതിനും ഉപകരിക്കും. എന്നാൽ സമ്പത്ത് നമുക്ക് ഉപകാരമാകാത്ത ഒരുപാട് ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടെന്നുള്ളത് ഒരു പച്ച യാഥാർത്ഥ്യമാണ്. നമുക്ക് പണമുണ്ടെങ്കിൽ വളരെ മനോഹരമായ വീടുകൾ, ഒന്നല്ല പല വീടുകൾ നമുക്ക് പണിതെടുക്കുവാനായിട്ട് സാധിക്കും. പല വീടുകൾ പണിതാലും നമുക്ക് ഒരു വീട്ടിലെ ഒരു സമയത്ത് പാർക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. മനോഹര രമ്യ ഹർമ്മ്യങ്ങൾ ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപ മുടക്കി നാം പണിതുയർത്തിയാലും അതിനകത്ത് പാർത്താലും നമ്മുടെ പണത്തിന്റെ മൂല്യം കൊണ്ട് നമുക്ക് ഒരു ഭവനം പണിയാൻ പറ്റത്തില്ല. ഒരു ഭവനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. We can build a house, but we cannot make a home with the power of our money. നമ്മുടെ പണത്തിന്റെ കയ്യുക്ക് കൊണ്ട് നമുക്ക് വീടല്ലാതെ ഭവനം പണിയാൻ പറ്റത്തില്ല. അനുഗ്രഹീത ഭവനം ദൈവത്തിന്റെ ദാനമാണ്. അതനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. മനോഹര രമ്യ ഹർമ്മ്യങ്ങളല്ലെങ്കിലും കുടിലുകളാണെങ്കിലും സാധാരണ ഭവനങ്ങളാണെങ്കിലും നമ്മുടെയൊക്കെ വീട്ടിനകത്ത് കടന്നു വരുമ്പോൾ ഒരു ദൈവ സാന്നിധ്യമുള്ളത്, ഒരു ഐശ്വര്യമുള്ളത് എന്തെന്നറിയാമോ പ്രിയമുള്ളവരെ? ദൈവം നമുക്ക് തന്ന മനോഹരമായ ഒരു ഭവനാന്തരീക്ഷത്തെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ ഇവിടെ ഇരിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർക്ക് കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമുക്ക് പണമുണ്ടെങ്കിൽ ഇട്ടിത്തടിയിൽ പണിതെടുത്ത മനോഹരമായ കട്ടിലും ഈ പട്ടണത്തിലൊക്കെ ലഭ്യമാകുന്നത് പോലെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബെഡും വാങ്ങിച്ച് ഒരുപക്ഷെ വയറു നിറച്ച് ആഹാരവും കഴിച്ച് ആ കിടക്കയിലേക്ക് നമുക്ക് ചരിയുവാനായിട്ട് കഴിയും. എന്നാൽ നമുക്കൊരു കാര്യം അറിയാം, ഇട്ടിക്കട്ടിലിനോ മെഡിക്കേറ്റഡ് മെത്തയ്ക്കോ നമുക്കൊരു നല്ല ഉറക്കം നൽകി തരുവാൻ കഴിയത്തില്ല. തൻ്റെ പ്രിയനോ അവൻ ഉറക്കം കൊടുക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു. കിറ്റപ്പായിലാണ് നാം കിടക്കുന്നതെങ്കിലും, സാധാരണ തറയിലാണ് നാം കിടക്കുന്നതെങ്കിലും, സ്തോത്രം പറഞ്ഞ് കിടന്ന് കഴിയുമ്പോൾ ഉറക്കം നമ്മുടെ കണ്ണുകളെ തഴുകുന്നതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ അത് ദൈവം നമുക്ക് തരുന്ന ദാനമാകിയാൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. സഭാപ്രസംഗി പറയുവാനിടയായി തീർന്നു, അധ്വാനിക്കുന്നവൻ അവൻ ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും അവന്റെ ഉറക്കം സുഖകരമാകുന്നു. എന്നാൽ ധനവാന്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. നമുക്കറിയാം, ലോകത്തിലുള്ള ലോക ജനതയെ മുഴുവൻ ത്രസിപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു മൈക്കിൾ ജാക്സൺ. തന്റെ കാര്യപരിപാടികൾ ലോകത്തിന്റെ എല്ലാ കോണുകളിലും
യുവജനങ്ങളെയൊക്കെ ആകർഷിച്ചിട്ടുണ്ട്, സന്തോഷഭരിതരാക്കിയിട്ടുണ്ട്. എന്നാൽ ആളുകളെയൊക്കെ ആഘോഷത്തിലാക്കിയിട്ട് ആനന്ദത്തിലാക്കിയിട്ട് രാത്രിയിൽ കിടക്കയിലേക്ക് കിടക്കുവാൻ പോയിരുന്ന മൈക്കിൾ ജാക്സന് ഉറങ്ങുവാൻ, പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ സമൂഹത്തിൽ ആളുകൾ എടുക്കുന്ന ഉറക്ക ഗുളിക പോരായിരുന്നു. നേരെ മറിച്ച് സർജറിക്ക് ഡോക്ടേഴ്സ് അനസ്തേഷ്യ കൊടുക്കുവാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ കുത്തിവെച്ചിട്ടാണ് ആ മനുഷ്യൻ അല്പസമയം ഉറങ്ങിക്കൊണ്ടിരുന്നത്. അറിയുന്ന ഒരു യാഥാർത്ഥ്യം, അങ്ങനെ രാത്രിയിൽ ഉറങ്ങുവാൻ തനിക്ക് കൊടുത്ത മരുന്നിന്റെ ഡോസ് കൂടിയതുകൊണ്ട് ഉറക്കത്തിൽ തന്നെ താനങ്ങ് പോകുകയായിരുന്നു. ലോകത്തിലെ യുവജനങ്ങളെ ത്രസിപ്പിച്ച ആ മനുഷ്യന്റെ ഒരവസാനത്തെ പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി ലാസ്റ്റ് കർട്ടൻ എന്ന ഒരു പ്രോഗ്രാം താൻ ക്രമീകരിച്ച് UK-യിൽ ആ പ്രോഗ്രാം നടത്തുന്നതിന് മുമ്പ് തന്നെ സർവശക്തനായ ദൈവം ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ കർട്ടൻ വലിച്ചിടുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം, മറ്റു പലരെയും സന്തോഷിപ്പിക്കുന്നവർക്ക് സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയാതെ ഇരിക്കുന്നു. ധനവാന്റെ സമൃദ്ധി അവനെ ഉറങ്ങുവാൻ അനുവദിക്കാതെ ഇരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ സാരാംശം എന്ന് പറയുന്നത്, ഉറക്കം നമുക്ക് സമ്പത്ത് കൊടുത്ത് വാങ്ങിക്കുവാൻ സാധ്യമായ വസ്തുതയല്ല. നമുക്ക് പണമുണ്ടെങ്കിൽ എന്റർടൈൻമെന്റിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. വലിയ വലിയ ടൂറുകൾ പോകുവാനായിട്ട് കഴിയും. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഒരുപക്ഷെ നമുക്ക് പാർക്കുവാനായിട്ട് കഴിയും. എന്നാൽ നമുക്ക് സമാധാനമെന്ന് പറയുന്നത് ഉല്ലാസയാത്രകൾ കൊണ്ട് ലഭിക്കുന്നതല്ല. അത് ദൈവത്തിന്റെ ദാനമാകിയാൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. അങ്ങനെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഓരോന്ന് നാം എടുത്തു മനസ്സിലാക്കിയാൽ സമ്പത്തിന്റെ മേഖല വന്ന് ഇടിച്ചു നിൽക്കുന്ന ഒരു മണ്ഡലമുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് കടക്കുവാൻ സമ്പത്ത് കൊണ്ട് സാധ്യമല്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. സമ്പത്ത് ആയി കഴിയുമ്പോൾ എല്ലാം തികഞ്ഞു എന്നുള്ള ചിന്ത ആരുടെയെങ്കിലും അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ ചിന്തകൾക്ക് നാം വിരാമം കുറിക്കേണ്ടത് ആവശ്യമാണ്. ഈ മനുഷ്യന്റെ ചിന്ത ആവശ്യത്തിന് സ്വരൂപിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം ആയി എന്നുള്ള ചിന്തയായിരുന്നു. അത് മാത്രമല്ല, ഈ മനുഷ്യന്റെ മനസ്സിൽ കടന്നു വന്ന അടുത്ത ഒരു ചിന്തയെന്ന് പറയുന്നത്, തന്റെ സമ്പത്ത് അതെന്നേക്കും നിൽക്കും. His wealth will remain forever. മനുഷ്യൻ പറയുകയാണ്, ഇനി ഏറിയ കാലത്തേക്ക് ഉള്ളത് ഞാൻ സ്വരൂപിച്ച് കഴിഞ്ഞു. ചില ആളുകൾ ചിന്തിക്കുന്നത് പോലെ അവരുടെ ജീവിതത്തിന് മാത്രമല്ല, 5 തലമുറയ്ക്ക് വരെയുള്ളത് സൂക്ഷിച്ചു എന്നുള്ള ചിന്തയോടെ ജീവിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ആത്മീയ ലോകത്തിലും ഇന്ന് കണ്ടെന്നു വരും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, സമ്പത്ത് എത്രയധികമായാലും പ്രിയമുള്ളവരെ, അതൊന്നും എന്നേക്കും നിലനിൽക്കണമെന്നില്ല എന്ന യാഥാർത്ഥ്യം ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം. സദൃശവാക്യങ്ങളിൽ 23:5 നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ, നിന്റെ ദൃഷ്ടി ധനത്തിന്റെ മേൽ പതിക്കുന്നത് എന്തിന്? അതിനായിട്ടുള്ള ബുദ്ധി വിട്ടുകളയുവാൻ അതെന്നേക്കും നിൽക്കുന്നില്ലല്ലോ. കഴുകൻ ചിറകടിച്ച് ഉയരുന്നത് പോലെ പറക്കുന്നത് പോലെ അത് പറന്നു പോകുമല്ലോ എന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുന്നു. യിരെമ്യാ പ്രവാചകൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. പ്രത്യേക അന്യായമായി സമ്പാദിച്ച സ്വത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ സമ്പാദിച്ച സമ്പത്തുള്ളവനെ കുറിച്ച് പറയുന്നത്, താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിക്ക് അവൻ തുല്യനാണ്. ആയുഷിന്റെ മധ്യത്തിങ്കൽ അതവനെ വിട്ട് പറന്നു പോകുവാനിടയായി തീരും. അടുത്ത വാചകം
വളരെ പ്രശസ്തമാണ്, അല്ലെങ്കിൽ പ്രസക്തമാണ്. ഒടുക്കം നീ ഭോഷനായിരിക്കും. ഇന്ന് രാത്രി ആ വാചകത്തിൽ നിന്ന് ഒരു വാചകം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഒരുപക്ഷെ നാം ജ്ഞാനികളായിരിക്കും, നാം വിവേകികളായിരിക്കും, നാം സമ്പത്തുള്ളവരായിരിക്കും, സമൂഹത്തിൽ സ്ഥാനമുള്ളവരായിരിക്കും. എന്നാൽ നാം മുറുകെ പിടിച്ചിരിക്കുന്നത് പലതും ഒരു ദിവസം പക്ഷിയെ പോലെ പറന്നകന്നു പോകുമ്പോൾ ഒടുക്കം നാം ഭോഷരാകാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് ഇന്ന് നമ്മെ ലോകം ഭോഷരെന്നെണ്ണിയാലും അവിവേകികളെന്നെണ്ണിയാലും മണ്ടനെന്ന് വിളിച്ചാലും, പ്രൈസ് ദി ലോർഡ്, ഒടുവിൽ നാം ജ്ഞാനികളാണെന്ന്, വിവേകികളാണെന്ന് നമ്മെ ലോകം അംഗീകരിക്കുന്ന ഒരനുഭവത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സന്ദേശം അറിയിക്കുന്ന രാത്രിയാണ്. നമ്മുടെ സമ്പത്ത് എത്ര കൂടുതലായാലും, എണ്ണിത്തിട്ടപ്പെടുത്താൻ നമുക്ക് പറ്റാത്തതായാലും, ആധാരമൊക്കെ എവിടൊക്കെയായിരിക്കുന്നത് പോലും നമുക്കറിയത്തില്ലെങ്കിലും, ഓരോ ബാങ്കുകളിലെയും ബാലൻസിനെ കുറിച്ച് നമ്മുടെ ചിന്തയിൽ കണക്കുകളില്ലെങ്കിലും, ഒരു കാര്യം നാം മനസ്സിലാക്കണം. കവി പാടിയതുപോലെ, ചിന്തകൻ പറഞ്ഞതുപോലെ, മാളിക പുറത്തേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്നുള്ള ചിന്ത എത്ര ധനികനാണെങ്കിലും, ഓ ഹല്ലേലൂയ, ഇന്ന് രാത്രി പക്ഷി ചിറകടിച്ച് പറന്നു പോകുന്നത് പോലെ പറന്നു പോകുവാനുള്ള ധനമേ നമ്മുടെ കയ്യിലുള്ളെന്ന് കഴിയുകയുള്ളൂ എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുവാൻ കൃപ ലഭിച്ചവരെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ധനം അത് എന്നേക്കും നിൽക്കുന്നതല്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ മനുഷ്യൻ മറന്നു കളഞ്ഞു. ഈ മനുഷ്യനെ മൂഢ എന്ന് വിളിക്കുവാൻ അടുത്ത ഒരു കാരണം എന്തെന്ന് ചോദിച്ചാൽ, ആ ഭാഗം നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നു. ആവശ്യത്തിലധികം സ്വരുക്കൂട്ട് കഴിഞ്ഞപ്പോൾ തന്റെ അകത്ത് വന്ന ചിന്ത എന്തെന്ന് ചോദിച്ചാൽ, എപ്പിക്യൂരസ് എന്ന് പറയുന്ന തത്വചിന്തകൻ പറഞ്ഞ ഒരു ചിന്തയുടെ പ്രാരംഭ ഭാഗമാണ് ഈ മനുഷ്യൻ ഉദ്ധരിക്കുന്നത്. താൻ പറയുകയാണ്, ആവശ്യത്തിന് ഞാൻ സ്വരൂപിച്ചു, ഇനി തിന്നുക, ആനന്ദിക്കുക, ആശ്വസിക്കുക. തന്നെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആവശ്യത്തിന് തൻ്റെ സമ്പത്തിനെ ഉപയോഗിക്കുക എന്നുള്ളതിനേക്കാൾ തൻ്റെ അകത്ത് വന്ന ചിന്ത എന്ന് പറയുന്നത് തൻ്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി, തൻ്റെ ആനന്ദത്തിന് വേണ്ടി, തൻ്റെ പ്ലഷറിനു വേണ്ടി ദൈവം അവന് കൊടുത്ത സമ്പത്തിനെ ഉപയോഗിക്കുവാനുള്ള ചിന്തയാണ് അവൻ്റെ അകത്ത് കയറി വരുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു കാര്യം നാം മനസ്സിലാക്കണം. അധ്വാനത്താൽ നമുക്കൊരു പക്ഷേ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞെന്ന് വരും. നാം എങ്ങനെ സമ്പാദിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ മുമ്പാകെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അന്യായമായി, അയോഗ്യമായി ഒരു നയാ പൈസ പോലും നമ്മുടെ സ്വന്തമാക്കുവാൻ, നമ്മുടെ അവകാശമാക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ അനുശാസിക്കുന്നില്ല. അതുപോലെ തന്നെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവം നമ്മുടെ പക്കലേൽപ്പിച്ച ഒരു നയാ പൈസ പോലും അയോഗ്യമായ നിലയിൽ, ദൈവത്തിന് പ്രസാദകരമല്ലാത്ത നിലയിൽ, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സുഖ ലോലുപതയ്ക്ക് വേണ്ടി ചിലവഴിക്കുവാൻ നമുക്ക് അവകാശമില്ല എന്നുള്ളത് ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീരണം. ഈ മനുഷ്യൻ പറയുകയാണ്, തിന്നുക, ആനന്ദിക്കുക, സുഖിക്കുക. അതാണ് അവന്റെ അകത്ത് വരുന്നത്. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സമ്പത്ത് വർദ്ധിക്കുമ്പോൾ, സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ, സാമ്പത്തിക ഭദ്രത ഉണ്ടാകുമ്പോൾ നമ്മുടെ അകത്ത് നിറയുന്ന ചിന്ത എന്താണ്? ദൈവം തന്ന പണം എങ്ങനെ വിനിയോഗിക്കുവാനാണ് നാം ചിന്തിക്കുന്നത്, നാം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ചോദ്യചിഹ്നമിട്ട് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വിഷയമാണ്.
ഈ തലമുറയുടെ തന്നെ പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത് നമുക്കറിയാം. ആത്മീകരായിക്കൊള്ളട്ടെ, ജഡികരായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പ്രായ വ്യത്യാസങ്ങളൊന്നും കൂടാതെ ആളുകളുടെ എല്ലാം അകത്ത് പിശാച് കയറ്റുവിട്ടിരിക്കുന്ന ഒരു ചിന്തയെന്ന് പറയുന്നത് ഇവിടെയുള്ള സാഹചര്യങ്ങൾ, സൗകര്യങ്ങളൊക്കെ സുഖിക്കുവാനായിട്ടുള്ളതാണ്. ഒരു ചിന്തകൻ എങ്ങനെയാണ് പറഞ്ഞത്? പ്ലഷർ ഈസ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവിൾ ഫോർ ഗാഡ്സ് ജോയ്. ദൈവം നൽകുന്ന സന്തോഷത്തിന് പകരമായിട്ട് പിശാച് മനുഷ്യന്റെ അകത്ത് കയറ്റിവിട്ടിരിക്കുന്ന ചിന്തയും ആഗ്രഹവുമാണ് സുഖ ലോലുപത അല്ലെങ്കിൽ പ്ലഷർ എന്ന് പറയുന്നത്. സ്തോത്രം. ഈ മനുഷ്യന്റെ അകത്ത് സുഖലോലുപതയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം കയറിയപ്പോൾ അവന്റെ ഹൃദയത്തിൽ നിന്ന് ആ ചിന്തകൾ പുറത്തേക്ക് വരികയാണ്. ആത്മീകരെന്ന് അഭിമാനിക്കുന്ന, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ പ്രിയ മക്കളെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ത്യാഗത്തോടുകൂടെ ദൈവത്തെ സേവിച്ച ദൈവത്തിന്റെ പ്രമാണങ്ങളുടെ ചുവടുകളെ പിൻപറ്റുവാൻ നാം നമ്മുടെ കാലുകളെ എടുത്തു വെച്ചുവെങ്കിൽ ലോകം വെച്ചു നീട്ടുന്ന, പിശാച് വെച്ചു നീട്ടുന്ന പ്ലഷറിന് പുറകെ പോകുവാൻ നമുക്ക് അനുവാദമില്ലെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ നിങ്ങൾ അതിൽ അതിശയിച്ചു പോകരുത്. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലോകത്തിന്റെ പായ്ച്ചിൽ, ലോകക്കാരുടെ പായ്ച്ചിൽ സുഖ ലോലുപതയ്ക്ക് പുറകെയാണ്, ലൗകിക സുഖങ്ങൾക്ക് പുറകെയാണ്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ യാത്ര എന്ന് പറയുന്നത് ലോകത്തിന്റെ ഒഴുക്കിന് അനുകൂലമായിട്ടല്ല, മറിച്ച് ലോകത്തിന്റെ കുത്തൊഴുക്കിന് എതിരെ നിൽക്കുവാൻ, എതിരെ നിന്നുവാൻ സമർപ്പണമുള്ള, തീരുമാനമുള്ള കോട്ടയം പട്ടണത്തിലുള്ള അഭിഷക്ത ഗണങ്ങൾക്കായി, ദൈവത്തിന്റെ ജനത്തിനായി ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം തന്നെ പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. യൗവനത്തിൽ തിരുവചനം എഴുതിയ സമയത്ത് പലതിന്റെയും പുറകെ പൊക്കൊണ്ടിരുന്നത് ഒരുപക്ഷെ യൗവനക്കാര് മാത്രമായിരുന്നിരിക്കും. എന്നാൽ കാലം മാറി, കോലം മാറി. ഇപ്പൊ യൗവനക്കാരെന്നോ പ്രായമുള്ളവരെന്നോ ഒരു കാലത്ത് നമ്മൾ കുഞ്ഞുങ്ങളെന്ന് വിളിച്ചവരെന്നോ ഒരു വ്യത്യാസവും കൂടാതെ എല്ലാവരും ഒരുപോലെയൊക്കെ പൊക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ യൗവനക്കാരെ അഭിസംബോധന ചെയ്താണ് വചനം സംസാരിക്കുന്നത്. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ നീ സന്തോഷിച്ചോ? നിനക്കിഷ്ടമുള്ള വഴിയിൽ നിനക്ക് ബോധിച്ചവണ്ണം ഒക്കെ നീ പൊക്കോ. അത്രയും വായിക്കുമ്പോൾ നമുക്ക് തോന്നും വേദപുസ്തകം ഇങ്ങനെ ഇത്രയും ഫ്രീഡം ആളുകൾക്ക് തരുന്നുണ്ടോ എന്ന്. അതെ, വലിയ ഫ്രീഡമാണ് വേദപുസ്തകം കൊടുക്കുന്നത്. എന്നാൽ അടുത്ത വാചകം വിട്ടുകളയരുത്. എന്നാൽ ഇതൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക്, നിന്റെ സകല പ്രവൃത്തികളും സകല രഹസ്യങ്ങളുമായി വരുത്തും എന്നുള്ള കാര്യം നീ മറന്നു പോകരുതെന്നുള്ള ഒരു മുന്നറിയിപ്പ് ജ്ഞാനികളിൽ ജ്ഞാനി യൗവനക്കാരോട് വിളിച്ചു പറഞ്ഞത്. ഇന്ന് രാത്രി അത് യൗവനക്കാർക്ക് മാത്രം ബാധകമല്ല, ഇവിടെ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സകലർക്കും ഈ വചനം ഇന്ന് രാത്രി ബാധകമാണ്. പ്രൈസ് ദി ലോർഡ്. ഇഷ്ടം പോലെ നടക്കാൻ അനുവാദമുണ്ട്, ബോധിച്ചവണ്ണം നടക്കാൻ അനുവാദമുണ്ട്, സുഖലോലുപതകളുടെ പുറകെ പോകുവാൻ അനുവാദമുണ്ട്. ആരും തടഞ്ഞില്ലെന്ന് വരും, ആരും എതിരായി നിന്നില്ലെന്ന് വരും. എന്നാൽ ഒരു ദിവസം സകല പ്രവർത്തികളുമായും സകല രഹസ്യങ്ങളുമായും ദൈവത്തിന്റെ ന്യായവിസ്താര കോടതിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്നുള്ള സത്യം ഈ രാത്രി വചനം കേൾക്കുന്ന ഏവരുടെയും അന്തർഗതത്തിൽ ഉണ്ടാകണം. അത് പറഞ്ഞ്
ജീവിതത്തിന്റെ താൽക്കാലികതയെ കുറിച്ച് സംസാരിച്ച് ജ്ഞാനി ആ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ പറയുന്നത്, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ഈ രാത്രി എന്നെ കേൾക്കുന്ന ഏവരോടും എനിക്ക് പറയുവാനുള്ളത്, എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്. ശലോമോൻ പറഞ്ഞ വാക്കുകളുടെ മാത്രം സാരമല്ല, ഇന്ന് ലോകത്തിൽ നാം കേൾക്കുന്ന, നാം അറിയുന്ന, നാം മനസ്സിലാക്കുന്ന സകല ചിന്തകളുടെയും തത്വസംഹിതകളുടെയും മത വിചാരങ്ങളുടെയും എല്ലാം സാരാംശം നമുക്ക് ഇങ്ങനെ പറയാം തിരുവചനത്തിൽ നിന്ന്. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ സകല കൽപ്പനകളെയും പ്രമാണിച്ചു കൊള്ളുക. ഇതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. കോട്ടയം പട്ടണമേ, ഈ ശബ്ദ പരിധിക്കുള്ളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, അല്ല മാധ്യമങ്ങളിലൂടെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇരുന്ന് ഈ രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്നവരെ, സകലത്തിന്റെയും സാരാംശം, ജീവിതത്തിന്റെയും അധ്വാനത്തിന്റെയും നേട്ടങ്ങളുടെയും എല്ലാം സാരാംശത്തിലുള്ള ദൈവാലോചന മറ്റൊന്നുമല്ല. ദൈവത്തെ ഭയപ്പെടുക, അവന്റെ സകല കൽപ്പനകളിലും നടന്നുകൊള്ളുക. ഇതാണ് സകല മനുഷ്യർക്കും വേണ്ടത്. ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളാണ് ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നതെന്നോർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യന്റെ ചിന്ത എന്ന് പറയുന്നത് അവന്റെ ആവശ്യങ്ങൾ നിറവേറുക എന്നുള്ളതല്ല, അവന്റെ സുഖലോലുപതയിൽ ജീവിതം കഴിക്കുക എന്നുള്ളതാണ്. അടുത്ത ചിന്ത ഏത് ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, തന്റെ ചിന്തകളിൽ, തന്റെ വാക്കുകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഇഹ ലോകത്തിനു വേണ്ടി മാത്രമുള്ള ചിന്തയാണ്. ഈ ലോകത്തിനു വേണ്ടിയുള്ളതല്ലാതെ ഇതിനപ്പുറത്തേക്കുള്ള ഒരു ചിന്ത ഈ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് തുലോ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. അവൻ ഇവിടെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതല്ലാതെ ഇതിനപ്പുറത്തേക്ക് എന്നുള്ള ഒരു ചിന്ത അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിലായിരിക്കുന്ന ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിലും നമ്മൾ ചിന്തിക്കുന്നത് ഇഹലോക ജീവിതത്തിന്റെ കാര്യങ്ങൾ മാത്രമല്ലേ എന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നു. ഇഹലോകത്തിന് അപ്പുറത്തേക്കുള്ളൊരു ചിന്ത ഇന്ന് പകലിൽ നമ്മളിൽ എത്ര പേരുടെ മനസ്സിലേക്ക് കടന്നു വന്നു എന്നുള്ളത് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ എന്നും നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇവിടെ നമ്മൾ വെറും പരദേശികളാണ്. പ്രിയമുള്ളവരെ, നമ്മളത് മനസ്സിലാക്കണം. 49-ാം സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ജ്ഞാനികൾ മരിക്കുകയും അങ്ങനെ പറഞ്ഞു വന്നതിന് ശേഷം സങ്കീർത്തനക്കാരൻ പറയുന്നത് തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോകുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുവല്ലോ. തുടർന്ന് താൻ പറയുന്നത്, ഒരുവൻ ധനവാനായി തീർന്നാലും അവന്റെ മഹത്വം വർദ്ധിച്ചാലും നിങ്ങൾ അതിലൊന്നും ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. അവനുള്ളതൊന്നും യാതൊന്നും അവൻ കൊണ്ടുപോകുകയില്ല, യാതൊന്നും അവനെ പിൻ ചെല്ലുകയുമില്ല. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഇവിടത്തേക്ക് മാത്രം ഉള്ള ഒരു കൂട്ടം ആളുകളല്ല. അല്പകാലത്തേക്ക് ഇവിടെ ജീവിച്ച് അവസാനിക്കേണ്ടവരല്ല. ഇവിടെ ആയിരിക്കുന്ന നാം ഓരോരുത്തരും ഒരു ചെറിയ പരദേശ പ്രയാണത്തിൽ അല്പകാലത്തേക്ക് മാത്രം നാം ഇവിടെ ആയിരിക്കുന്നവരാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പുല്ലുപോലെ വാടിപ്പോകുന്നതാണ്, നിഴൽ പോലെ ചാഞ്ഞു പോകുന്നതാണ്, ആവി പോലെ മാഞ്ഞു പോകുന്നതാണ്. ഇന്ന് രാത്രി നമുക്കൊരു യാഥാർത്ഥ്യം അറിയാം.
നമ്മൾ ഇവിടത്തുകാരല്ല, ഇത് നമ്മുടെ സ്വന്തം ദേശമല്ല എന്ന് വിശ്വാസമുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്? ദൈവജനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇഹത്തിനു വേണ്ടി മാത്രമുള്ള ചിന്തകൾ നമ്മുടെ അകത്തളത്തിൽ നിന്ന് അകന്നു മാറിയിട്ട് ഇതിനപ്പുറത്തേതിനെ കുറിച്ച് ചിന്തിക്കുവാൻ, അതിനുവേണ്ടി അധ്വാനിക്കുവാൻ ഇന്ന് രാത്രി ഒരു കാഴ്ചപ്പാട് നമ്മുടെ അന്തരംഗത്തിൽ ഉണ്ടാകണം. കാരണം ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഈ രാത്രി ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ, നിങ്ങൾ എന്റെ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഏകദേശ കണക്കുകൾ അനുസരിച്ച് ഒരു മിനിറ്റിനുള്ളിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ 150ഓളം ആളുകൾ മരണത്താൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റിൽ 150 ആളുകൾ ലോകത്തോട് വിട പറയുന്നു. ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിലുള്ളവർ, സമൂഹത്തിലുള്ളവർ, ഉന്നതന്മാർ, ശ്രേഷ്ഠന്മാരൊക്കെ അവർ മരണത്തിലൂടെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ, ഒരുപക്ഷെ സാമ്പത്തിക ഭദ്രതയുണ്ടെങ്കിൽ നമുക്ക് ഉന്നതന്മാരായ ഡോക്ടർമാരുടെ സഹായം ഒരുപക്ഷെ നമുക്ക് തേടുവാൻ കഴിയും. പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ ഓടി ഇവിടെ അടുത്തുള്ള മാതാ ഹോസ്പിറ്റലിലോ ഭാരത് ഹോസ്പിറ്റലിലോ നമുക്ക് കടന്നു പോകാം. അവിടെ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂറിനുള്ളിലുള്ള യാത്രയിൽ എറണാകുളത്ത് ലേക്ക് ഷോറിലോ അമൃത ഹോസ്പിറ്റലിലോ ഒക്കെ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും. അവിടെയും കാര്യങ്ങൾ നടക്കുവാൻ കഴിയാതെ വന്നാൽ തെക്കേ ഇന്ത്യയിലെ ആളുകൾക്ക് ഒരഭയമെന്ന് പറയുന്നത് വെല്ലൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്. അവിടെയും ഒരുപക്ഷെ നമുക്ക് എത്തിക്കുവാൻ കഴിഞ്ഞെന്നിരിക്കും. എന്നാൽ ഒരു കാര്യം ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ കയ്യിൽ എത്ര പണമുണ്ടെങ്കിലും വിദഗ്ധമായ ചികിത്സകൾ ലഭ്യമാക്കിയാലും ആയുസ്സിനെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയും, ഹല്ലേലൂയ, ആയുസ്സിനെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന ഒരു ഫിഷഗ്വരനും അല്ലെങ്കിൽ ഒരു ഡോക്ടറും ഈ ഭൂമിയിലില്ല എന്നുള്ള കാര്യം ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം. മഹാനായ അലക്സാണ്ടർ തന്റെ നല്ല യൗവനത്തിൽ ലോകത്തെ മുഴുവൻ കീഴടക്കി ഇന്ത്യ മഹാസമുദ്രത്തെ നോക്കി, മഹാസമുദ്രമേ, നീ കരയായിരുന്നുവെങ്കിൽ നിന്നെയും ഞാൻ കീഴടക്കുമായിരുന്നു എന്ന് വീമ്പ് പറഞ്ഞ മനുഷ്യൻ ഒരു കൊച്ചു കൊതുകിന്റെ കടിയേറ്റ് മലേറിയ ബാധിച്ച് മരണത്തോടടുക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിദഗ്ധരായ ഒരു കൂട്ടം ഡോക്ടേഴ്സ്, വൈദ്യന്മാർ തനിക്ക് ചുറ്റും നിൽക്കുമ്പോൾ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടും മഹാനായ അലക്സാണ്ടർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തെന്നറിയാമോ പ്രിയമുള്ളവരെ? I am dying with the help of more doctors than I wanted. മനുഷ്യൻ പറഞ്ഞത്, എനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ അധികം ഡോക്ടർമാരുടെ സഹായത്തോടെ ഞാനിതാ മരിക്കുന്നു എന്ന് പറഞ്ഞ് അലക്സാണ്ടർ ജീവനെ വെടിയുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ആവശ്യത്തിലധികമുള്ള ഡോക്ടർമാരുടെ സഹായം, വൈദ്യശാസ്ത്രത്തിന്റെ ശ്രേഷ്ഠത, പണക്കൊഴുപ്പ് കൊണ്ട് എനിക്കും നിങ്ങൾക്കും സഹായമായി വന്നെന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്രകാരം നമുക്ക് ലഭ്യമാകുന്ന വൈദ്യശാസ്ത്രത്തിന്റെ സാങ്കേതിക വിദ്യക്കോ വൈദ്യശാസ്ത്രജ്ഞന്മാരുടെ മികവിനോ നമ്മുടെ പ്രാണനെ പിടിച്ചു നിർത്തുവാൻ കഴിയുകയില്ല. അതാണ് ഈ ഉപമയുടെ ആരംഭത്തിൽ കർത്താവ് പറഞ്ഞത്. ഒരുത്തന് സമൃദ്ധിയുണ്ടായാലും ധനമുണ്ടായാലും അവന്റെ സമൃദ്ധിയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നാം തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, സമ്പത്തിനും സാങ്കേതിക വിദ്യയ്ക്കും സ്വാധീനത്തിനുമൊന്നും നമ്മുടെ പ്രാണനെ
പിടിച്ചു നിർത്തുവാൻ കഴിയാതെ ഒരു ദിവസം നാം ഈ ഉലകത്തോട് വിട പറഞ്ഞേ മതിയാകെയുള്ളൂ. ഹല്ലേലൂയ. അതിലെല്ലാം ഉപരി ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, തിരുവചനം നമ്മോട് ഇപ്രകാരം പറയുന്നു: അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഇവിടേക്ക് നാം വന്നു. നഗ്നരായി തന്നെ നമ്മൾ പോയേ പറ്റത്തുള്ളൂ. അലക്സാണ്ടർ തന്റെ ശവപ്പെട്ടിയുടെ വെളിയിലേക്ക് കൈയിട്ട് മാതൃക കാണിച്ച് കടന്നു പോയതുപോലെ നഗ്നരായി ഒരു ദിവസം നാം പോയേ മതിയാവൂ. നമ്മളൊക്കെ സാധാരണ മരണസമയത്ത് മാത്രം പാടുന്ന പാട്ടായിരിക്കും, നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന സമയത്ത് നാട്ടുകാര് നമ്മുടെ ചുറ്റും കൂടിയിരുന്ന് പാടാൻ വേണ്ടി എഴുതിയിരിക്കുന്ന പാട്ടല്ല നഗ്നനായി ഞാൻ ഭൂമിയിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ എന്ന്. ജീവനോടിരിക്കുമ്പം, മൂക്കിൽ ശ്വാസമുള്ളപ്പോൾ, ചിന്തിക്കാൻ ശക്തിയുള്ളപ്പോൾ, കാലെടുത്ത് നടക്കുവാൻ ബലമുള്ളപ്പോൾ, കൈയെടുത്ത് പ്രവർത്തിക്കുവാൻ കഴിവുള്ളപ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ പാടേണ്ട പാട്ടാണ്, ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു, നഗ്നനായി തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകും. ഇന്ന് രാത്രി ആ ചിന്ത നമ്മുടെ അന്തർഭാഗത്ത് ഭരിക്കുവാനിടയായി തീരട്ടെ. നമ്മുടെ പ്രാണനെ വിട്ടുകഴിഞ്ഞാൽ നാം സമ്പാദിച്ചത് ആർക്കാകുമെന്ന് നാം അറിയുന്നില്ല. പിന്നെ ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ലോകം നമുക്ക് എന്ത് തന്നുവിടുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുന്നത്, ആളുകളെയൊക്കെ പറഞ്ഞു വിടുന്നത് ഒരു വീഞ്ഞപ്പെട്ടിക്കകത്തായിരുന്നു. എന്നാൽ ഇപ്പൊ കാലമൊക്കെ മാറി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാൻ റോഡിലൂടെ യാത്ര ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടു. പണ്ടൊക്കെ ശവപ്പെട്ടി എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഇപ്പൊ എഴുതിയിരിക്കുന്നത് സ്വർഗപ്പെട്ടി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. സ്വർഗപ്പെട്ടി. അതിന്റെ ഷോറൂം എങ്ങാണ്ട് ചെങ്ങന്നൂരുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഞാൻ ഇതുവരെ കണ്ടില്ല. സ്വർഗപ്പെട്ടിയുടെ ഷോറൂമൊക്കെ മധ്യ തിരുവിതാംകൂറിൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കും. സ്വർഗപ്പെട്ടിക്കകത്ത് കയറ്റി വിട്ടത് കൊണ്ട് അങ്ങ് സ്വർഗത്തിൽ ചെല്ലണമെന്നില്ല. സ്വർഗപ്പെട്ടിയല്ല, ഇനി പെട്ടിക്കകത്ത് കയറ്റിവിട്ടാലും അങ്ങ് ചെല്ലണമെന്നില്ല. എന്നാൽ പെട്ടിക്കകത്തൊന്നും വെച്ച് വിടാനെ കൊണ്ട് പറ്റിയില്ലെങ്കിലും ഹല്ലേലൂയ, ജീവിച്ചിരുന്ന കാലത്ത് അറിയേണ്ടവനെ അറിഞ്ഞ് അനുസരിക്കേണ്ടവനെ അനുസരിച്ച് അവന്റെ പാതകളെ പിൻപറ്റിയ അവന്റെ വിശുദ്ധ ഗണങ്ങളുണ്ടല്ലോ, അവരെത്തേണ്ട സ്ഥാനത്തെത്തോ. ആ പ്രാഗൽഭ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഞാൻ എന്റെ കർത്താവിനെ ഇന്ന് രാത്രി നന്ദിയോടുകൂടെ വാഴ്ത്തുന്നു. നാം ഇവിടെ ശാശ്വതവാസികളല്ല, നാം ഇവിടെ വെറും പരദേശികളാണ്. ഈ ധനികനായ മനുഷ്യന്റെ മനസ്സിൽ ഇതിനപ്പുറത്തേക്കുള്ള ഒരു ചിന്തയോ അല്ലെങ്കിൽ അവന്റെ ഡിക്ഷണറിക്കകത്ത് മരണമെന്ന് പറയുന്ന ഒരു വാക്കോ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്തപ്പോൾ ആ മനുഷ്യനെ നോക്കി സ്വർഗം വിളിക്കുന്ന വിളിയാണ്, മൂഢ, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കായി തീരും? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കഠിനാധ്വാനം ചെയ്യുന്നവനോ തനിക്കുള്ളതൊക്കെ സ്വരൂപിച്ചു വെക്കുന്നവനോ കാര്യപ്രാപ്തിയോടുകൂടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് തലമുറയ്ക്ക് വേണ്ടി ക്രമീകരണം ചെയ്യുന്നവനോ അല്ല ബുദ്ധിമാൻ. പിന്നെ ആരാണ് ബുദ്ധിമാൻ എന്നറിയാമോ? ദൈവ വിഷയമായി സമ്പന്നനാകുന്നവനാണ് ബുദ്ധിമാൻ. അവനാണ് ജ്ഞാനി എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയുവാനിടയായി തീരണം. എന്താണ് ദൈവവിഷയമായി സമ്പന്നനാകുക? സമയം അവസാനിക്കുന്നത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ തൊട്ടു പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവ വിഷയമായി സമ്പന്നനാകുന്നവനാണ് ജ്ഞാനി. അവൻ ആരെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം എനിക്ക് പറയുവാനുള്ളത് 49-ാമത്തെ സങ്കീർത്തനം ഇങ്ങനെ നമ്മളോട് പറയുന്നു,
സഹോദരൻ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. മനുഷ്യന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കയില്ല. ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, ലോകത്തിൽ ഏറ്റവും വിലയേറിയതെന്ന് പറയുന്നത് നാം സ്വന്തമാക്കിയ മനോഹര വീടുകളോ കാറുകളോ എസ്റ്റേറ്റുകളോ അല്ല, മനുഷ്യന്റെ പ്രാണന്റെ വീണ്ടെടുപ്പായിരുന്നു ലോകത്തിൽ ഏറ്റവും വിലയേറിയത്. ലോകത്തിലെ സർവസമ്പത്ത് കൊണ്ടും പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്ത മനുഷ്യന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് എന്ന വിലയേറിയ വസ്തുത, ഓ ഹല്ലേലൂയ, സർവശക്തനായ ദൈവം സാധിപ്പിച്ചെടുത്തു. എങ്ങനെയെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളെ, നമ്മളൊരു കാര്യം അറിയണം. കോടാനുകോടി സ്വത്തുകൊണ്ട് നേടാൻ കഴിയാത്ത ഒരു കാര്യം, ഹല്ലേലൂയ, ഹൃദയാന്തർഭാഗത്ത് ഉരുത്തിരിഞ്ഞ വിശ്വാസത്താൽ പ്രാപിച്ചെടുത്തവനേക്കാൾ സമ്പന്നൻ ഈ ലോകത്തിലില്ലെന്ന് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നവനാണ്. എന്നെ കേൾക്കുന്ന യുവക്കൾ ഒരു കാര്യം അറിയണം. നിങ്ങൾ കോടീശ്വരനായിരുന്നെങ്കിൽ, നിങ്ങൾ കോടീശ്വരയായിരുന്നെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് നിങ്ങളുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് നിങ്ങൾക്ക് ലഭ്യമാകുമായിരുന്നില്ല. ഒരുപക്ഷെ ഈ കൃപയ്ക്ക് നിങ്ങൾ ഓഹരിക്കാരനാകുമായിരുന്നില്ല. എന്നാൽ തികച്ചും ദാനമായി നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് ദൈവം നമുക്ക് സാധിപ്പിച്ചു തന്നതോർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ ഇതിനകത്ത് എത്ര ദൈവമക്കൾക്ക് കഴിയും? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയാലും തന്റെ പ്രാണനെ നഷ്ടമാക്കിയാൽ, ജീവനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ഹല്ലേലൂയ. ലോകം മുഴുവനല്ലെങ്കിലും ലോകത്തിന്റെ പ്രധാനപ്പെട്ട വിലയേറിയ മൂല്യമുള്ള വസ്തുക്കളൊക്കെ കൈവശമാക്കുന്ന പലരെയും നമുക്ക് കാണുവാൻ പറ്റും. പക്ഷേ അതൊന്നും ഇന്ന് രാത്രി നമുക്ക് കൈവശമായില്ലെങ്കിലും എന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിശ്വാസത്താൽ ഞാൻ പ്രാപിച്ചെടുത്തു എന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ശബ്ദപരിധിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു ജീവിതം, നീ ഒരുപക്ഷെ ധനികനായിരിക്കും, നീ ഒരുപക്ഷെ സമ്പന്നനായിരിക്കും, നീ ഒരുപക്ഷെ സ്വാധീനമുള്ളവനായിരിക്കും, എന്നാൽ നിന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് ഈ രാത്രി നീ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിനക്ക് ഒരു നല്ല അവസരം തരികയാണ്. ഒരുപക്ഷെ നിന്നെ ദൈവം അവസാനമായി വിളിക്കുന്ന രാത്രിയായിരിക്കും ഇത്. നിനക്ക് വിശ്വാസത്താൽ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് ഈ രാത്രി സൗജന്യമായി ദൈവം നൽകുന്ന രാത്രിയാണ്. Praise the Lord. Hallelujah. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, സകല സമ്പാദ്യങ്ങൾ കൊണ്ടും സാധിച്ചെടുക്കുവാൻ കഴിയാത്ത പ്രാണന്റെ വീണ്ടെടുപ്പ് വിശ്വാസത്താൽ പ്രാപിച്ചവനാണ് യഥാർത്ഥ സമ്പന്നൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞു, ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും ദൈവരാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളത്. നീയാണ് ദൈവ പൈതലെ യഥാർത്ഥ സമ്പന്നൻ. 2, ആരാണ് സമ്പന്നൻ എന്നറിയാമോ? ഹല്ലേലൂയ. നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ പുഴുവും തുരുമ്പും കടുക്കയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കുന്നവനല്ല സമ്പന്നൻ. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നവനാണ് യഥാർത്ഥ സമ്പന്നൻ. ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളിൽ എത്ര പേർക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയും, എനിക്കിവിടെയുള്ളതൊക്കെ ഒരുപക്ഷെ പുഴുവരിച്ചു കളയും, ഒരുപക്ഷെ തുരുമ്പെടുത്തു കളയും, എന്നാൽ പുഴുവരിക്കാത്ത, തുരുമ്പെടുക്കാത്ത, നിത്യമായും നിലനിൽക്കുന്ന നിക്ഷേപങ്ങൾ എനിക്ക് ദൈവം
ദൈവരാജ്യത്തിലുണ്ടെന്ന് അഭിമാനത്തോടെ പറയുവാൻ കഴിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന രാത്രിയാകട്ടെ. Praise the Lord. യഥാർത്ഥ സമ്പന്നനാരെന്നൊന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ കർത്താവ് പറഞ്ഞു, അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ. അതില്ലാതെ പോകുമ്പോൾ അവർ നിങ്ങളെ നിത്യ കൂടാരത്തിൽ ചേർത്തുകൊള്ളും. വ്യാഖ്യാന വ്യത്യസ്തതകളുള്ള വാക്യമാണ്. എന്നാൽ ഒരു വാചകം ഞാൻ പറയട്ടെ. ഇഹത്തിൽ ദൈവം നമ്മെ കാര്യവിചാരകരായി ഏൽപ്പിച്ചിരിക്കുന്ന അനീതിയുള്ള മാമോനെ കൊണ്ട് നാം സ്നേഹിതന്മാരെ ഉണ്ടാക്കി നിത്യതയിൽ അവരെ മുഖാമുഖമായി കാണുന്ന അനുഭവത്തിനായി സമർപ്പണത്തോടെ അധ്വാനിക്കുകയും ചിലവിടുകയും ചിലവായി പോകുകയും ചെയ്യുന്ന വിശുദ്ധന്മാർക്കായി ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ചില്ലിക്കാശെങ്കിലും കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ചിലവിട്ട് ഒരാത്മാവിനെയെങ്കിലും അത് നിമിത്തം നേടി ദൈവരാജ്യത്തിൽ അവരുടെ മുഖം കാണുവാൻ കഴിയുന്നതിനേക്കാൾ വിലയേറിയതായി ഒന്നുമില്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുവാനിടയായി തീരണം. സമാപന വാക്കുകളിൽ എന്നെ കേട്ട ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ സ്വരൂപിച്ചു വയ്ക്കുന്നവനെ ദൈവം മൂഢ എന്ന് അഭിസംബോധന ചെയ്യുമെങ്കിൽ, ദൈവ വിഷയമായി സമ്പന്നനായി പ്രാണന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച് സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ച് അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കി നിത്യതയുടെ വെളിച്ചത്തിൽ അബ്രഹാമിനെ പോലെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരിക്കുന്ന ഒരു ദൈവവൈതലിനെ നോക്കി ഈ രാത്രി സ്വർഗം പറയും, നീയാണ് ജ്ഞാനി, നീയാണ് ബുദ്ധിമാൻ, നീയാണ് വിവേകി. കർത്താവ് പറഞ്ഞു, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട് ആടെ കുഴിച്ച് വീട് പണിത മനുഷ്യനോട് തുല്യനാണ്. ഓ ഹല്ലേലൂയ! കാറ്റടിച്ചാൽ, വെള്ളം പൊങ്ങിയാൽ, വീടിന്റെ മേലാഞ്ഞടിച്ചാൽ അടിസ്ഥാനമുള്ളതായതുകൊണ്ട് ആ വീട് വീഴുകയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എത്ര ദൈവമക്കൾക്ക് നിശ്ചയദാർഢ്യമുണ്ട്. എന്റെ കർത്താവിന്റെ വചനങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നത് നിമിത്തം ഞാൻ ആടെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിഞ്ഞവനാണ്. ലോകത്തിന്റെ ഓളങ്ങൾക്ക്, തിരമാലകൾക്ക് എന്നെ മുക്കുവാൻ കഴിയുകയില്ല, എന്നെ ഉടയ്ക്കുവാൻ കഴിയുകയില്ല. ക്രിസ്തുവാകുന്ന പാറമേൽ ഞാൻ സ്ഥിരതയോടെ ഉറച്ചു നിൽക്കും. കാഹളം കേൾക്കുന്ന ദിവസം ഞാൻ ജീവനോടിരുന്നാൽ ഞാൻ രൂപാന്തരപ്പെടും. അല്ല, മരിച്ച് മണ്ണടിഞ്ഞു പോയാൽ, മണ്ണോട് ചേർന്ന് പോയാൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. എല്ലാ തലകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി വണങ്ങപ്പെടട്ടെ. ലോകം ബുദ്ധിമാൻ എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യൻ, അധ്വാനിക്കുന്നവൻ, പദ്ധതി തയ്യാറാക്കുന്നവൻ, ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങളുള്ളവൻ, പക്ഷേ സ്വർഗം അവനെ വിളിക്കുകയാണ് മൂഢ. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലോകം നിന്നെ ജ്ഞാനിയോ വിവേകിയോ സമ്പന്നനോ എന്നൊക്കെ വിളിക്കുന്നതല്ല. ദൈവം ഈ രാത്രി നിന്നെ എന്തു വിളിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തമായ വസ്തുത. നിന്റെ ഭാവി നിർണയിക്കുവാൻ പോകുന്നത് ലോകം നിന്നെ വിളിക്കുന്ന പേരുകൊണ്ടല്ല, ദൈവം നിന്നെ വിളിക്കുന്ന പേരുകൊണ്ടാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുമ്പോൾ, ലൗകിക സമ്പന്നതയല്ല എന്റെ വിഷയം, എനിക്ക് ദൈവ വിഷയമായി സമ്പന്നനാകണമെന്ന് ഹൃദയാന്തർഭാഗത്ത് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുവെങ്കിൽ, എനിക്ക് ദൈവ വിഷയമായി സമ്പന്നനാകണമെന്ന് ആത്മാർത്ഥതയോടുകൂടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ഈ രാത്രി നിങ്ങൾക്ക് നിങ്ങളുടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാനായിട്ട് കഴിയുമോ? ആഗ്രഹമുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ
വിവേകമുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവസരത്തിന് നന്ദി പറയുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.